കഴിഞ്ഞ കുറെ കാലമായി മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPIM-നെയും സംഘിയായി ചിത്രീകരിക്കുന്ന പണി ജമാഅത്തെ ഇസ്ലാമി, SDPI-യും മുസ്ലിം ലീഗുകാരും സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും എടുത്തുകൊണ്ടിരിക്കുകയാണ്. വർഗീയ ധ്രുവീകരണത്തിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുകയാണ് അവരുടെ ലക്ഷ്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം കൂട്ടിക്കൊണ്ട് ആ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാൻ തുടങ്ങിയതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി RSSന്റെ വഴിയിലാണെന്ന സതീശന്റെ പ്രസ്താവന ആരെയും ചിരിപ്പിക്കുന്ന ഒന്നാണ്. എന്നാൽ മലർന്നു കിടന്ന് തുപ്പുകയാണ് എല്ലാം പഠിച്ചു പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ പച്ചനുണ പടച്ചുവിടുന്നതിലൂടെ ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പാർലമെന്ററി ജീവിതം തന്നെ RSSന്റെ ദാനമാണ്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് എണ്ണി പറയുകയും ചെയ്തതാണ്. 2001-ലും 2006-ലും പറവൂരിൽ നിന്ന് RSS നേതാക്കളെ കണ്ട് ചർച്ച നടത്തി പിന്തുണ വാങ്ങിയാണ് സതീശൻ നിയമസഭയിലേക്ക് ജയിച്ചത് എന്ന് RSS തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം ഇതുവരെ നിഷേധിക്കാനോ തള്ളിപ്പറയാനോ VD സതീശൻ തയ്യാറായിട്ടില്ല. RSSന്റെ താത്വികാചാര്യനാണ് ഗോൾവാൾക്കർ. വിചാരധാര എഴുതിയ കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട 3 ശത്രുക്കളാണ് എന്ന് നിർവചിച്ച ആ ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദിയിൽ അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുൻപിൽ പോയി വിളക്ക് കൊളുത്തി താണുവണങ്ങിയ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ ഒരിക്കലും ആക്ഷേപിക്കരുത്. ഈ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പാർലമെന്ററി ജീവിതത്തിന് അദ്ദേഹം ആജീവനാന്തം RSSനോട് കടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെയും ജീവിതം RSSനെതിരായ നിതാന്തമായ പോരാട്ടത്തിന്റേതാണ്. തലശ്ശേരി കലാപം മുതൽ RSSനെതിരെ നേർക്കുനേരെ നിന്ന് പൊരുതിയവരാണ് പിണറായിയും കമ്മ്യൂണിസ്റ്റുകാരുമൊക്കെ. തലശ്ശേരി കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച വിധേയതൽ കമ്മീഷൻ റിപ്പോർട്ട് ഒന്നെടുത്ത് വായിച്ചു നോക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാവണം. അതിൽ പറയുന്നുണ്ട് ആരാണ് തലശ്ശേരി കലാപകാലത്ത് RSSൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചത് എന്ന്. മാറാട്ട് സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടിയെ RSSന്റെ ഭീഷണിക്ക് വഴങ്ങി ഗസ്റ്റ് ഹൌസിൽ ഇരുത്തി RSS പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചാണ് അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി മാറാർ കലാപ സ്ഥലത്ത് പോയത്. ആ തിട്ടൂരത്തിന് വഴങ്ങാതെ VKC മമ്മദിനെ ഉൾപ്പെടെ ഒപ്പം കൂട്ടിയാണ് പിണറായി വിജയൻ പോയത്. VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തെ വലയം ചെയ്തിരിക്കുന്നത് മുഴുവൻ ആരാ? ശശി തരൂരിനെ ഒപ്പം കൂട്ടി ചിരിച്ചു നിൽക്കുന്ന ഒരു പടം വന്നിരുന്നു. വയനാട്ടിലെ ക്യാമ്പിൽ കോൺഗ്രസ് ആണോ BJP ആണോ എന്ന് ആർക്കെങ്കിലും വല്ല നിശ്ചയമുണ്ടോ? ഒരു ഭാഗത്ത് വിളക്ക് കൊളുത്തിയവർ, ശാഖയ്ക്ക് കാവൽ നിൽക്കുന്നവർ മറുഭാഗത്ത്, മോദിക്ക് സ്തുതി പാടുന്ന ശശി തരൂർ വേറൊരു ഭാഗത്ത്, പ്രവർത്തക സമിതി അംഗങ്ങളായ ദിഗ്വിജയ് സിംഗ്, സൽമാൻ ഖുർഷിദ് ഇവരെല്ലാം പറഞ്ഞത് കണ്ടതാണ്. ആ പ്രവർത്തക സമിതി നയിക്കുന്ന പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ എന്ന് അദ്ദേഹം മറക്കണ്ട. എന്നിട്ട് ഇങ്ങനെ പറയണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള ചങ്കൂറ്റം തന്നെ വേണം. മറ്റത്തൂരിൽ ഇപ്പോഴും കോൺഗ്രസും BJPയും ഒരുമിച്ചാണ് നിൽക്കുന്നത്. മറ്റത്തൂരിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് കൗൺസിലർമാർ മുഴുവൻ പോയി BJPയിൽ ചേർന്നു. ആരെ തോൽപ്പിക്കാൻ? കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ശിവസേനയെ തോൽപ്പിക്കാൻ. മഹാരാഷ്ട്ര മുതൽ മറ്റത്തൂർ വരെ, പ്രവർത്തക സമിതി മുതൽ പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റി വരെ, കോൺഗ്രസ് ഏതാ BJP ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിലയിൽ. അത് താനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക എന്ന് പറയില്ലേ, അതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. ശശി തരൂരിനെയും ഒപ്പം നിർത്തിയിട്ട് സൽമാൻ ഖുർഷിദിനെയും ദിഗ്വിജയ് സിംഗിനെയും ഒപ്പം നിർത്തിയിട്ട് ശാഖയ്ക്ക് കാവൽ നിന്നയാളെ ഒപ്പം നിർത്തിയിട്ട് ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന്റെ മുൻപിൽ വിളക്ക് കൊടുത്തിയാൽ മുഖ്യമന്ത്രി ആക്ഷേപിക്കുകയാണ്. എന്ത് പരിഹാസ്യമായിട്ടുള്ള കാര്യമാണത്.